ഡോക്ടർ ഗൗരി. റൗണ്ട്സിന് പോകുമ്പോ പേഷ്യൻസിനെ ഡീറ്റെയിൽഡ് ആയി പരിശോധിച്ചില്ലെങ്കിൽ അവരുടെ പരാതി, റൗണ്ട്സിന് പോയി OP വൈകിപ്പിച്ചെന്ന് അവിടെ ഇരിക്കുന്നവരുടെ പരാതി വേറെ. എങ്ങനെയുണ്ട്? ആ, മെഡിസിൻ ഒന്ന് ചെക്ക് ചെയ്തു. ശരി ഡോക്ടർ. ഡോക്ടർ, അവിടെ ഒന്ന് നിക്കണം. എന്റെ ഈ പരാതി കൂടി കേട്ടിട്ട് പോയാ മതി. ആശാലത പോണം, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ അനിയനെ എന്തിനാ പോലീസ് കൊണ്ടുപോയെന്ന് എനിക്കറിയണം. അത് അനിയനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്. അവനോട് നേരിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവന്റെ ഭാഗത്താ ന്യായമെന്ന് എനിക്കറിയാം. എന്ത് ന്യായം? പകൽ സമയത്ത് ആണുങ്ങളില്ലാത്ത തക്ക നോക്കി വീട്ടിൽ കയറി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ പാതില് നിർത്തിക്കളഞ്ഞത്? അണ്ണാക്കിന്റെ പിരിവെട്ടിയോ? ആശാലത ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് പിന്നീടല്ല, ഇപ്പോഴാ സംസാരിക്കേണ്ടത്. പകൽ സമയത്ത് ആണുങ്ങൾ ആരും ഇല്ലാത്ത നേരം നോക്കി അവൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലേ അത് അവന്റെ പെണ്ണിനെ കാണാനാ. അവന് പറഞ്ഞു വെച്ച പെണ്ണാ മൈന. അവളോട് അവൻ സംസാരിച്ചെന്നിരിക്കും, കയറി പിടിച്ചെന്നിരിക്കും. അതൊക്കെ ചോദിക്കാൻ നീയൊക്കെ ആരാ? അല്ല, കുറെ വർഷമായില്ലേ തൊട്ടാ പൊട്ടുന്ന പരുവത്തിലുള്ള പെണ്ണിനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? അവള് നിങ്ങളുടെ ആരാ? ഹരിക്ക് അവളുമായിട്ടുള്ള റിലേഷൻ തട്ടും തടവും ഇല്ലാതെ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ ഗൗരിക്ക്? ഇല്ല അല്ലേ? ഈ നാട്ടുകാരുടെ മൊത്തം രോഗം ഭേദമാക്കുന്ന ഡോക്ടർക്ക് സ്വന്തം ഭർത്താവിന്റെ അസുഖം എന്താന്ന് കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഹലോ, CI സുഷ്മ ഹിയർ. ഞാൻ കരുണ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ഗൗരി ഹരിശങ്കർ. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ മുൻ MP കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മകൾ ഗൗരി, സൂപ്രണ്ട് ഓഫ് പോലീസ് ഹരിശങ്കറിന്റെ ഭാര്യ. സോറി മാഡം, മനസ്സിലാവാത്തതുകൊണ്ടായിരുന്നു. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു അർജുനല്ലേ, അയാള് എന്റെ വീട്ടിൽ വന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ SP സാർ പറഞ്ഞത് അങ്ങനെയല്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഹരിശങ്കറിനോട് ഞാൻ പറഞ്ഞോളാം. അയാളുടെ പേരില് കേസൊന്നും രജിസ്റ്റർ ചെയ്യണ്ട. അയാളെ വിട്ടേക്ക്. സോറി മാഡം, സാറിനോടൊന്നും ചോദിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചോളാം ഹരിയോട്. മാഡം, ബട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഡു വാട്ട് ഐ സേ. അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കൊണ്ട് പറയിക്കാം. അത് പക്ഷേ സുഷമയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തു പറയുന്നു? ശരി മാഡം, വിട്ടേക്കാം. അർജുനെ റിലീസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരൂ. നാശം. ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പറയും, മറ്റൊരാൾ പുറത്തു വിടാൻ പറയും. ഇതൊക്കെ അനുസരിക്കുന്നവരുടെ ഗതികേടും. ഇറങ്ങിപ്പോടാ, നോക്കി പേടിപ്പിക്കാതെ ഇറങ്ങിപ്പോ. ഗൗരി, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. എന്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഹരി, ഇത് ഒഫീഷ്യൽ കാര്യം മാത്രമല്ല, ഹീസ് യുവർ റിലേറ്റീവ്. അത്ര ഒരു തേർഡ് റേറ്റ് റാസ്കലിന്റെ പേര് പറഞ്ഞു നാണം കെടുത്തിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നെ വിളിച്ചു പറയണം, അല്ലാതെ എന്റെ പേര് ഉപയോഗിച്ച് സ്റ്റേഷനിലേക്ക് വിളിക്കുകയല്ല വേണ്ടത്. അവിടെയാ ഹരിക്ക് തെറ്റിയത്. കളപ്പുരയ്ക്കൽ ഗൗരിക്ക് കേവലം ഒരു SP യുടെ പേര് പറഞ്ഞു വേണ്ട സ്വാധീനം ചെലുത്താൻ.
ഐ എം ദ വൺ ആൻഡ് ഓൺലി ഡോട്ടർ ഓഫ് കരുണാകരൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകളുള്ള ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ എന്റെ അച്ഛൻ. ഈ യൂണിഫോമിന്റെ ആയുസ് പോലും എന്റെ അച്ഛൻ തീരുമാനിക്കും. അങ്ങനെ നിന്റെ അച്ഛൻ എന്റെ കാക്കയുടെ ആയുസ് നോക്കിയ വിജിലൻസിൽ ഇപ്പോഴും അങ്ങേർക്കെതിരെയുള്ള കേസ് ഞാൻ കുത്തിപ്പൊക്കി എടുക്കും. തെളിവ് ഇപ്പോഴും എന്റെ കയ്യിലാ. അഴി എണിച്ചിട്ട് ചെവിക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കും. അങ്ങേരുടെ അല്ല, നിന്റെ മുഖത്ത്. എന്നെ തല്ലുവോ? എന്നാ അതൊന്നും കാണണല്ലോ. കാണാനൊന്നുമില്ല ഗൗരി. ഇന്ന് അർജുന്റെ കേസിൽ ഇടപെട്ട പോലെ നാളെ മറ്റേതെങ്കിലും കേസിൽ ഇടപെട്ടാൽ ആടി കൊണ്ടിരിക്കുന്നേ. ആണിന്റെ തല്ലുകൊണ്ട് മുഖം പൊത്തി കരയുന്ന ഒരു പെണ്ണല്ല ഗൗരി. എനിക്കുണ്ട് കൈ. എന്താ ഇത്? രണ്ടുപേരും തല്ലുകൂടി കളിക്കാൻ പോവാണോ? ഇപ്പൊ എന്താ SP പ്രശ്നം? അർജുനേട്ടനെ ചേച്ചി വിളിച്ചു പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. അത്രയല്ലേ ഉള്ളൂ. ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ രാത്രി ഹോസ്പിറ്റൽ മുഴുവൻ നടന്ന് ഏട്ടത്തെ നാറ്റിച്ചേനെ. അത് പറഞ്ഞ മനസ്സിലാവണ്ടേ? അപ്പൊ ഏട്ടന് നടക്കിടില്ലേ? ഏട്ടൻ അറസ്റ്റ് ചെയ്ത ഒരാളെ ഏട്ടനോട് ചോദിക്കാതെ ഇറക്കി വിടുക എന്ന് വെച്ചാ അത് ഏട്ടന് നടക്കിടല്ലേ? അത് ഇവള് മനസ്സിലാക്കണ്ടേ? അപ്പൊ അത്രേ ഉള്ളു കാര്യം. രണ്ടുപേരും പരസ്പരം കാര്യം മനസ്സിലാക്കിയാൽ മതി. അതെ, തീർന്നു. നമുക്കിന്നാ ആഹാരത്തിലേക്ക് കിടക്കാം. ഒരു ചാൻ വയറിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഈ പെടാപ്പാട് പെടുന്നത്. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. നിനക്ക് വേണ്ടേടി? അവര് കഴിച്ചില്ലല്ലോ. എന്നാലേ നീ എല്ലാവരെയും ഊട്ടിയിട്ട് കഴിച്ചാ മതി. എനിക്ക് വിശക്കുന്നു. അമ്മ വയലന്റ് ആണോ? ആ, വയലന്റാ. നമുക്ക് ഒരു സൈഡ് മാറിയും കിടക്കാം. വേണ്ട, രണ്ടുപേരും ഇവിടെ തന്നെ കിടന്നു. ഞാൻ മാറിക്കോളാം. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ? എല്ലാരും കഴിച്ചല്ലോ. മോളെ, അമ്മയെ വിളിച്ചതല്ലെന്ന് ചോദിക്കേ. വരാത്തല്ലേ? എനിക്ക് വേണ്ട. മൈനച്ചിട്ട് കാത്തിരിക്കാം അമ്മേ. ഇരിക്കട്ടെ. അവൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം കഴിച്ചല്ലോ, അത് മതി. ഗൗരി, നിന്നോട് സംസാരിക്കണ്ടെന്ന് വിചാരിച്ച, എന്നാലും ചോദിക്ക, ആരാ ഇവിടെ വേണ്ടപ്പെട്ടവര്? ഹരിയും മൈനയും തമ്മിൽ ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടെന്ന അർജുന്റെ സഹോദരി എന്നോട് പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോ എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മൈനയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ കൈവീശി ഒരു അടിയല്ലേ നീ കൊടുക്കേണ്ടത്? കൊടുത്തേനെ ഞാൻ, മര്യാദ ഓർത്തിട്ടോ. ഇല്ലെങ്കിൽ കവളത്ത് പൊട്ടാൻ പാകത്തിലൊന്ന് കൊടുത്തേനെ. ഗൗരി, മനസ്സിൽ ഞാൻ മാനസയുടെയും മൈനയുടെയും പേര് ഒരുമിച്ച് കൂട്ടിയാ വായിക്കുന്നത്. മാനസമൈന. ഞാനും അങ്ങനെ തന്നെയാ. എന്റെ മനസ്സിലും മാനസയും മൈനയും രണ്ടല്ല, മാനസമൈനയാ. അപ്പൊ ഞാനോ? നീയല്ലേ ഇവിടുത്തെ മഹാറാണി. മോള് പറയുന്നതല്ലേ അച്ഛനും അമ്മ അനുസരിക്ക. നല്ല മഴയുണ്ട്. ഞാനും ഗൗരിയും വീട്ടിലില്ലാന്ന് കരുതി പകല് മുഴുവൻ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ല ഏട്ടാ. മൈനയുടെ ജോലി ഒതുങ്ങിയിട്ട് രണ്ടാളും കൂടി പുറത്തേക്കൊന്ന് ഇറങ്ങിക്കോ. എന്തിനാ? വല്ലതും പർച്ചേസ് ചെയ്യാനുണ്ടാവില്ലേ നിനക്ക്? എനിക്ക് വേണ്ടതൊക്കെ എന്റെ ഏട്ടനെ അറിഞ്ഞു വാങ്ങി തരാറില്ലേ, പിന്നെ എന്ത് വാങ്ങാനാ? അതല്ല മോളെ, കല്യാണം ഇങ്ങടുത്തില്ലേ, നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടാവില്ലേ? ഒന്നുമില്ല. വെറുതെ നേരം കളയാതെ ഏട്ടൻ ഓഫീസിലേക്ക് പോവാൻ നോക്കി. സത്യത്തിൽ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനൊരു മടി. ഇനി എത്ര നാളാ
നീ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. ഇനി ചിലപ്പോ വേണുഗോപൻ പറഞ്ഞാൽ രണ്ടാളും കൂടി എബ്രോഡാണ് സെറ്റിൽ ചെയ്യുന്നെങ്കിലോ? ഏട്ടന് എന്റെ മോളെ സ്നേഹിച്ച് മതിയായില്ല. ഇത് എന്റെ ഏട്ടനോ അച്ഛനോ അതോ അമ്മയോ? മോള് തന്നെ പറ. എന്റെ എല്ലാം. മതി മതി, ഇനി ഇവിടെ നിന്നാ ഏട്ടൻ കൂടുതൽ സെന്റിമെന്റിലാവും. പോട്ടെ മോളെ. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. ഓ എന്താ? എന്തെടുക്കായിരുന്നു അവിടെ? ഞാൻ വെറുതെ വായിക്കായിരുന്നു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? പോലീസേമാനൊക്കെ പോയി വന്നേ. അല്ല, എങ്ങോട്ടാ? കിച്ചണിലേക്ക്. സിദ്ധാർത്ഥ രാജകുമാരന്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക്. അംഗരക്ഷകയായി നമുക്ക് മൈനയും കൂട്ടാം. വാ. മതിയടോ, ഒരുപാട് അങ്ങ് പതിപ്പിക്കണ്ട. ഇനി താൻ കണ്ട കാര്യങ്ങൾ മണിയായി സാറിന്റെ അടുത്ത് അങ്ങ് പറഞ്ഞേ. അത് പിന്നെ സാറേ, അന്ന് രാത്രി ഒരു 8:30 കാണും. ആ സമയത്ത് മുഖത്തും ഷർട്ടിലും ചോരയൊക്കെ ആയിട്ട് ഒരാള്. അയാൾ ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്നില്ല സാറേ. അയാൾ ആരെയോ പേടിച്ച് ഓടുന്നതായിട്ടാ ഞാൻ കണ്ടത്. എന്നിട്ട് അയാൾ എങ്ങോട്ടാ പോയത്? അത് ചുമ്മാ നിന്ന് നാടോടി നൃത്തം കളിക്കാതെ ഉള്ള കാര്യം പറയണോ? ആ വളവിനപ്പുറം വരെ പോകുന്നതായിട്ടേ കണ്ടുള്ളൂ സാറുമാരെ. SP ഹരിസാറിന്റെ വീടല്ലേ അതിനപ്പുറം? അതെ സർ. ആരാണോ ഈ സമയത്ത്? എടി പെട്ടെന്ന് നീ സിദ്ധാർത്ഥനെ കൂട്ടി കിച്ചണിലേക്ക് പൊയ്ക്കോ. ഞാനേ വന്നയാളെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വന്നേക്കാം. സാർ ഇത് സുഷമ പ്രകാശ്, സർക്കിൾ ഇൻസ്പെക്ടർ. എന്നുവെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഈ സർക്കിൾ എന്റെ കീഴില. മനസ്സിലായില്ല. ഒന്നുമില്ലടോ, തമാശക്ക് പറഞ്ഞതാ. ഈ കാക്കിയൊക്കെ ഇട്ട് നിൽക്കുമ്പോ ഇടയ്ക്കൊരു പഞ്ച് ഡയലോഗൊക്കെ പറയണ്ടേ? ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതിന് ഏട്ടനെവിടെ ഇല്ലല്ലോ. നമുക്ക് രണ്ടു കൂട്ടർക്കും അതല്ലേ ഒരു സൗകര്യം. എന്നുവെച്ചാ? അല്ല, ഹരിസാർ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ സംസാരിക്കാമല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് മൈന ഞങ്ങളുടെ സ്വന്തത്തില്. വേണ്ട, ഒരു പരിചയപ്പെടുത്തൽ വല്ലാത്ത ബോറ. മൈന SP ഹരിശങ്കർ സാറിന്റെ ഡിസ്റ്റന്റ് റിലേഷനിൽപ്പെട്ട അരുമയായ ഒരു പെങ്ങൾ. Am I right? ഒന്നും അറിയാതെ ഈ സുഷമ ഇങ്ങോട്ട് കയറി വരുവോ? പെട്ടെന്ന് അങ്ങനെ പറന്നു പോവല്ലേ മൈനെ. നിന്നേ ചേച്ചി ഇത്തിരി വർത്താനമൊക്കെ പറയട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ വേണ്ടെന്നേ, കുറച്ചു നാളായിട്ട് വെള്ളം ഞാൻ കുടിച്ചോണ്ടിരിക്കുക. ഇന്നത്തോടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനാ തീരുമാനം. അതിന് മക്കള് രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങള് കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എനിക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമല്ലോ, അല്ലേ? എന്തിന്? അത് മോളെ, ഒരുപാട് കാലം കൊണ്ട് വിചാരിക്കുന്നതാ ഒരു വീട് വെക്കണമെന്ന്.
ഇപ്പൊ കഴക്കൂട്ടത്തിനടുത്ത് ഒരു വീട് പണി തീരാറായി, ചെറിയൊരെണ്ണം. ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ എനിക്കങ്ങ് പിടിച്ചുപോയി കേട്ടോ. ഇതിന്ന് വല്ലതും കോപ്പി അടിക്കാൻ പറ്റിയാൽ ആവാലോ. മാനസവാ, നമുക്ക് ഈ ചുവരുകൾക്കുള്ളിൽ അത്ഭുതങ്ങൾ ഉണ്ടോന്ന് നടന്നു നോക്കാം. ആഹാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ ഇതുവരെ? അതെന്താ 10 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണമെന്ന് നിയമമൊന്നുമല്ലല്ലോ. അയ്യോ, എന്റെ പൊന്നു മോളെ, വഴക്കിനൊന്നും വരല്ലേ. പറഞ്ഞില്ലേ ഞാനൊരു പാവം സിയയാ. മോൾക്ക് ദേഷ്യം വരില്ലെങ്കിൽ ചെറിയൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ എന്തിനാ ഇത്രയും ഫുഡ്? ഞങ്ങളുടെ ഫാമിലി പണ്ട് മുതലേ അങ്ങനെയാ. ദിവസവും 2 പറ അരിയുടെ ചോറ്, 2 തേങ്ങയുടെ വലിപ്പത്തില് ചമ്മന്തി. ഇനി നോൺ വെജ് വേണോന്ന് തോന്നിയാ ഒരാടിനെ വാങ്ങിച്ച് മൊത്തത്തിൽ അങ്ങ് പൊരിച്ചെടുക്കും. മോളുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ അങ്ങനൊന്നും പറയില്ല കേട്ടോ. കിച്ചൺ തീരെ ചെറുതായി പോയല്ലോ മനസ്സേ. 2 പറ അരിയുടെ ചോറ് വയ്ക്കാനും ഒരാടിനെ നിർത്തിപ്പൊരിക്കാനും ഒക്കെ ഈ കിച്ചൺ പോരാതെ വരുമല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഇതേ സ്റ്റോർ റൂമാ. സ്റ്റോർ റൂമിന്റെ ഇന്റീരിയർ കാണണോ? ഈ വീടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഇന്റീരിയർ ഇതിന്റെയാ. പക്ഷേ ഈ ഏടത്തിയുടെ കയ്യില. മോൾ അത് കണ്ടോ? ഇരയെ പിടിക്കാനുള്ള ടാർഗറ്റ് മാത്രം മുന്നിൽ കണ്ട് ഒരു ജീവി ഉണ്ടാക്കുന്ന നെറ്റാ അത്. ഇര വലയിൽ കുരുങ്ങുന്നത് വരെ ആ ജീവി നിശ്ചലമായിരിക്കും. സംതിങ് ലൈക്ക് എ മെഡിറ്റേഷൻ. ഇര വലയിൽ കുരുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് പിന്നെ ഒരു ബഹളമായിരിക്കും. കുരുങ്ങിക്കിടക്കുന്നത് എത്ര വലിയ കൊമ്പനാണെങ്കിലും പിന്നെ പുറന്തോട് മാത്രമേ ബാക്കിയുണ്ടാവൂ. സോ ലെറ്റ്സ് ടോക്ക് മോർ വർക്ക്. സോ ഇതാണ് മാനസ രാജകുമാരിയുടെ ഉറക്കറ. അവിടെന്താ? ഒന്നുമില്ല മോളെ, സ്വപ്നങ്ങളിലെ ഗന്ധർവ രാജകുമാരന്മാർക്ക് പറന്നിറങ്ങാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അപ്പോ ഇതാണ് മൈനയുടെ കൂട്. വരൂ. ഇവിടെ നിന്നാ നല്ല വ്യൂ അല്ലേ? വീട് കാണാൻ ടെറസിലും വരണമെന്നുണ്ടോ? മോളെ, ഈ കണ്ണെന്ന് പറയുന്ന സാധനമില്ലേ, അതിനെ നമ്മൾ അങ്ങ് കയറി വല്ലാതെ വിശ്വസിച്ചു പോവും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചതിക്കുന്നതും ഈ കക്ഷി തന്നെയാ. മോള് കേട്ടിട്ടില്ലേ, വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിംഗ്.
വ്യൂ മതിയായെങ്കിൽ താഴേക്ക് പോയായിരുന്നു. ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു. ഞാൻ അതിനേക്കാൾ ബിസിയാ മോളെ. വാ നമുക്ക് പോയേക്കാം. എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോഓപ്പറേഷൻ. റെയ്ഡ് എന്ന ഓമനപ്പേരൊന്നും ഇല്ലെങ്കിലും അങ്ങനെ എന്തോ ഒന്നാണ് ഇപ്പൊ ഇവിടെ നടന്നതല്ലേ? അയ്യോ, എസ് പിയുടെ വീട്ടിലെ റെയ്ഡോ? എന്റെ പൊന്നു മോളെ, ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയതായി ഈ ജോലി. കുറെ കാലം കൂടി എന്റെ തലയിൽ ഈ തൊപ്പി ഒന്ന് ഇരുന്നോട്ടെ. ഇറ്റ്സ് ഓക്കെ. എന്റെ വീടിന്റെ പണി അങ്ങോട്ട് തീർന്നില്ല. എത്രയൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടും എവിടെയൊക്കെയോ ഒരു ചേരായിക പോലെ. എനിവേ പണി തുടങ്ങിയില്ലേ, ഇനി തീർത്തേ പറ്റൂ. ഹൗസ് വാമിങ്ങിന് ഞാൻ നേരിട്ട് വന്ന് വിളിക്കും. മൈനയും കൂട്ടി മോള് വരണം. സർ, സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്. ഇവിടെ ഇരിക്കായിരുന്നോ? മുറിയിലിരുന്ന കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. എനിക്കല്ല, തനിക്ക്. ഇതാവുമ്പോ ഞാൻ ഈ ടെറസ് വഴി വന്നാന്നെങ്കിലും വിചാരിച്ചോളൂല്ലോ. നീയായിരുന്നോ? എന്തൊക്കെയുണ്ട് മൈനമോളെ വിശേഷങ്ങൾ? കന്നി എന്നാ കന്നും കൂട്ടത്തിൽ തന്നെ. ആ, നമ്മുടെ മാനസമോളുണ്ടായിരുന്നു ഇവിടെ. അയ്യോ, ആരാ ഇതൊക്കെ? സത്യമായിട്ട് ഇതൊരു സർപ്രൈസ് ആട്ടോ. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അയ്യോ, അച്ഛനവിടെ ഇരിക്ക. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കച്ചാ. ഇവള് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? ഞങ്ങളുടെ റിലേഷനിൽ പെട്ട ആളാ. റിലേഷൻ? സ്വത്തിനു വേണ്ടി സ്വന്തം തന്തയുടെ കഴുത്ത് ഞെരിച്ചോലെന്ന് കാലമായത്. ഇതിനെയൊക്കെ വിശ്വസിച്ച് അങ്ങനെ വീട്ടിൽ കിടത്തണോ? ആ കുട്ടി അങ്ങനൊന്നും ചെയ്യില്ല. കണ്ടാൽ അറിയില്ലേ അതൊരു പാവമാണെന്ന്. ഇവറ്റയൊക്കെ കാര്യം കാണുന്നവരെ ഇളിച്ചു ചിരിച്ചോണ്ടിരിക്കും. പിന്നെ പാവമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുകയല്ല. വേണുവിന് ഞങ്ങളോടൊപ്പം പോരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നാട്ടു നടപ്പില്ലല്ലോ. നാട്ടു നടപ്പൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? ഡേറ്റിംഗ് അല്ലേ മൊത്തം. കാര്യം വേണു പുറത്തൊക്കെയാണ് പഠിച്ചതെങ്കിലും അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരുറപ്പുണ്ട്.
അവന്റെ അമ്മയുടേതല്ലാതെ നേരെ ചൊവ്വേ ഒരു പെണ്ണിന്റെ മുഖം കാണുന്നത് മാനസമോടെ ആയിരിക്കും. നല്ല വീട്. മോളുടെ മുറി എവിടെയാ? മുകളില്. മോളെ, മോള് വാ. മോളോടൊരു കാര്യം ചോദിച്ചാ സത്യസന്ധമായിട്ട് എനിക്കൊരു മറുപടി തരണം. എന്താ? അമ്മയ്ക്ക് എന്ത് വേണേലും എന്നോട് ചോദിക്കാലോ. മോളും വേണുവും ചാറ്റിങ്ങിലൂടെയാണ് പരിചയപ്പെട്ടത്. കല്യാണം ഉറപ്പിക്കുന്ന സമയത്താണ് നേരിട്ട് കണ്ടത് തന്നെ. അതിനുശേഷം വേണുവിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. നമുക്കവനെ നഷ്ടപ്പെട്ടു എന്ന് വരെ കരുതേണ്ട ഘട്ടമുണ്ടായി. മോക്കാണെങ്കിൽ ആ സമയത്ത് മറ്റൊരു അഫയറിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്നിട്ടും മോളത് ചെയ്തില്ല. അത്രക്കിഷ്ടാണോ മോക്ക് വേണുവിനെ? ഹൃദയം നൽകിയ ആളെ തഴഞ്ഞിട്ട് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. മതി, എനിക്കത് കേട്ടാ മതി. ഞങ്ങളുടെ ഭാഗ്യ മോള്. അമ്മയോട് ഞാനും ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? വേണുഗോപനെ കുത്തിയ ആളില്ലേ, സിദ്ധാർത്ഥൻ, അയാൾക്കെന്താ വേണുവിനോട് ഇത്ര വൈരാഗ്യം? അതൊന്നും അല്ല മോളെ. അവനില്ലേ ആ സിദ്ധാർത്ഥൻ, ഒരു ക്രിമിനലാ. 1000 രൂപ കൊടുത്താ എന്ത് പണിയും ചെയ്യും. മറ്റാരെയോ കൊല്ലാനുള്ള കൊട്ടേഷനുമായി വന്നതാ. ആ പണി കിട്ടിയത് നമ്മുടെ വേണുവിനുമായി. ഓരോ സമയം, അല്ലാതെ എന്ത് പറയാനാ. ടോക്കന്റെ ടൈം ആകുമ്പോ ഞാൻ വിളിച്ചോളാം. എന്റെ ടോക്കണൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ വിട്ടോ, ഞങ്ങൾ ബന്ധുക്കളായിട്ട് വരും. അല്പനേരം പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കണം. എന്താ ഒരു ഫാമിലി മൊത്തത്തോടെ പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? അയ്യോ, അതൊന്നല്ല ഗൗരി ചേച്ചി. ഇപ്പൊ 2 കാര്യങ്ങൾ ചെയ്യാനാ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നത്. ആദ്യം ഒരു മാപ്പ് പറയണം, പിന്നെ ഒരു നന്ദി പറയല്. മനസ്സിലായില്ല. മാപ്പ് ചോദിക്കുന്നത് ആശ ചേച്ചി ഇവിടെ വന്ന് അലമ്പുണ്ടാക്കിയതിന്. നന്ദി പറയുന്നത് ഗൗരി ചേച്ചി എന്നെ സ്റ്റേഷനിൽ ഇറക്കിയതിനാ. ആശാലത ഇവിടെ വന്ന് നടത്തിയ പൊറാട്ട് നാടകം കണ്ടിട്ട് എനിക്ക് സഹതാപം മാത്രമേ തോന്നിയുള്ളൂ. ഓരോ വിഷയങ്ങളോടും പ്രതികരിക്കുന്ന രീതിയൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതല്ലേ. ഐ മീൻ ഈ ഫാമിലി കൾച്ചർ. ഹരിയേട്ടനും ഞങ്ങളുടെ ഫാമിലിയിൽ പെട്ട ആളാണല്ലോ. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിലെ പല പൊതു സ്വഭാവങ്ങളും ഹരിയേട്ടനില്ലട്ടോ. ഞങ്ങളുടെ ഫാമിലിയില് എല്ലാരും തന്നെ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നവരാ. ഒന്നും ഒളിച്ചു വെച്ച് പെരുമാറുന്ന പ്രകൃതമില്ല. പക്ഷെ ഹരിയേട്ടൻ സ്നേഹമില്ലാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോ മൈനയും ഞാനുമായിട്ടുള്ള വിവാഹ കാര്യത്തില് ഹരിയേട്ടൻ സമ്മതിക്കാതിരിക്കുന്നത് എന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല, മൈനയോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ടാണ്. ഗൗരി ചേച്ചി ഒരു പാവാണെന്ന് എനിക്കറിയാം. പലരും അത് ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് അറിയാം.
മാനസയുടെ കല്യാണം കഴിഞ്ഞാൽ മൈനയുടെ കാര്യത്തിലും ഒരു തീർപ്പുണ്ടാക്കണ്ടേ? എന്ത് തീർപ്പ്? അവളെ കെട്ടിച്ചു വിടണ്ടേന്ന്. ഓ അങ്ങനെ. ആദ്യം മാനസയുടേത് കഴിയട്ടെ, അത് കഴിഞ്ഞ് സാവകാശം നമുക്ക് ആലോചിക്കാം. ആദ്യം ഒരു നല്ല പയ്യനെ കണ്ടുപിടിക്കണം. അർജുന്റെ കാര്യത്തിൽ എന്താ ഹരിയുടെ അഭിപ്രായം? അക്കാര്യത്തിൽ എന്റെ അഭിപ്രായം നിനക്കും നിന്റെ അഭിപ്രായം എനിക്കും നല്ലതുപോലെ അറിയാം. പിന്നെ എന്തിനാ വേറൊരു അഭിപ്രായം? അങ്ങനെയല്ല ഹരി. എത്ര വലിയ കുറ്റവാളിക്കും ശിക്ഷാവിധി കഴിഞ്ഞു പോലും ദയാഹർജിക്ക് അവസരം കൊടുക്കാറുണ്ട്. അർജുനും അങ്ങനെ ഒരു അവസരം കൊടുത്തൂടെ എന്നാ എന്റെ ചോദ്യം. അങ്ങനെ ഒരു ആലോചനയെ വേണ്ട. ഇക്കാര്യത്തിൽ ശിക്ഷ വിധിക്കുന്നതും ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതും ഞാൻ തന്നെയാ. ആർക്കുണ്ട് അക്ഷരത്തെറ്റുകളൊന്നും ഇല്ലാത്തൊരു ജീവിതം? സ്നേഹപൂർവ്വം ശാസിക്കാനും തിരുത്താനും ഒക്കെ അധികാരമുള്ളൊരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരു പക്ഷേ അവൻ നന്നായാലോ? ഒരു പക്ഷേ, ആ പക്ഷയിലാണ് കാര്യം. അവിടെ ഒരു തീർച്ചയില്ല. അങ്ങനൊരു സാധ്യതയിലേക്ക് എറിഞ്ഞു കൊടുക്കാനുള്ളതല്ല ഒരു പെണ്ണിന്റെ ജീവിതം. ആണിന്റെ ജീവിതത്തിലെ അക്ഷരത്തെറ്റ് പോലെയല്ല പെണ്ണിന്റെ ജീവിതത്തിലേത്. ഒരിക്കൽ പിഴച്ചാൽ പിന്നെ ഒരിക്കലും തിരുത്താനാവില്ല. മനോനില തെറ്റിയവനും മദ്യത്തിൽ നീരാടി നടക്കുന്നവനും ഒക്കെ പലപ്പോഴും മാതാപിതാക്കൾ കണ്ടെത്തുന്ന മരുന്ന കല്യാണം. കല്യാണം കഴിഞ്ഞാൽ നന്നായിക്കോളൂന്ന ന്യായം. നന്നാവുകയും ചെയ്യും 1-2 ആഴ്ച. അത് കഴിഞ്ഞാ പഴയതിന്റെ അപ്പുറമാവും. എന്താ ഫലം? ഒരു പെണ്ണിന്റെ ജീവിതം പോയി. ഹരി, നടക്കില്ല ഗൗരി. ഇനി ഇക്കാര്യത്തിൽ ഒരു ഡിസ്കഷൻ വേണ്ട. തങ്കക്കുടം പോലൊരു പെണ്ണ്, അവളെ ആ ചെന്നായ്ക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കില്ല ഞാൻ. അയ്യോ മോളെ, ശ്ശോ, മോളെ. ഓഫീസ് അസോസിയേഷൻ ഒക്കെ പറയുന്നത് അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ബാലല്ലേ. അമ്മേ, അമ്മ ഈ കുട്ടി ഏതാ അമ്മേ? ഏത് ഈ കുട്ടി എനിക്കറിയില്ല. അമ്മേ, നീ അച്ഛനോട് ചോദിക്കും മോളെ. എനിക്കതിലൊന്നും താല്പര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്താൽ പോരെ? അച്ഛാ. ജസ്റ്റ് മിനിറ്റ്. എന്താടാ ഇതാരാ അച്ഛാ? ഫോൺ റിങ് ചെയ്യുന്നു. ചിറ്റയുടെ ഫോണല്ലേ ഇത്? ഫോൺ കൊണ്ടുപോയി കൊടുക്ക്. ചിറ്റയുടെ ഫോൺ കൊണ്ടുപോയി കൊടുക്ക്. ഇങ്ങതാ. വന്ന് വന്ന് ബെഡ്റൂമിൽ പോലും ഒരു പ്രൈവസി ഇല്ലാതായി. ഹലോ. അയ്യോ, മാനസ കുളിക്കുകയാണല്ലോ. ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം. ദൈവത്തിന് ഷേർലിന്ന് പേരുണ്ടോ? കേസ് പിൻവലിക്കാനുള്ള അച്ഛന്റെ തീരുമാനം എന്തായാലും ബുദ്ധിയായി. ഇനിയിപ്പോ വേറെ ഹെഡേക്ക് ഒന്നുമില്ലല്ലോ. നിന്റെ ബ്രദറിലും ആകാൻ പോകുന്ന ആ SP ഇല്ലേ ഹരിശങ്കർ, അയാളൊരു മുണ്ണയാ. പക്ഷെ അയാൾ ഈ കേസ് ഏൽപ്പിച്ചുള്ള CA ഇല്ലേ സുഷമ, ഇരുതല്ല മൂർച്ചയുള്ളൊരു വാളാ അത്. അരവിന്ദാക്ഷൻ സാർ ആരെ പറ്റിയോ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഓ, ഇവിടെ ഭയങ്കര കൊതുക് ശല്യം. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് വിട്. വേണുഗോപൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അന്ന് വേണുഗോപനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായില്ലേ? അത് ആള് മാറിയതാണെന്നല്ലേ പറഞ്ഞത്? ആർ യു ഷുവർ അബൌട്ട് ഇറ്റ്? അത് ഞങ്ങൾ രേഖാമൂലം എഴുതി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ അരവിന്ദാക്ഷൻ സാറേ. ആയല്ലോ CI സാറേ. എന്റെ മോന് നേരെ ആള് മാറി ഒരാക്രമണം ഉണ്ടായി. ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്കതങ്ങ് അത്രയ്ക്ക് ബോധ്യം വന്നില്ല.
അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാ ഒരു മംഗളകർമ്മം നടക്കാനുള്ള വീടായത്. ഇവിടെ ഇങ്ങനെ എപ്പോഴും പോലീസ് കയറി നിരങ്ങുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ വരേണ്ടി വന്നാൽ വരാതിരിക്കാൻ പറ്റുമോ അരവിന്ദാക്ഷ സാറേ? നിങ്ങൾ എന്തോ ഈ പറഞ്ഞു വരുന്നത്? വേണുഗോപനെ കുത്തിയ ആ പയ്യനില്ലേ, അവനൊരു പെങ്ങളുണ്ട്, അവൾക്കൊരു കുട്ടിയും. ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടാണെങ്കിൽ ആകാശത്തൊന്ന് പൊട്ടി വീണ് കിട്ടുമൊന്നുമില്ലല്ലോ. അതിനെപ്പറ്റിയൊക്കെ ചില കഥകള് അവളെന്നോട് പറഞ്ഞു. പക്ഷേ ഒന്നിനൊരു ലോജിക്കില്ല. നൗ ഐ ആം സീരിയസ്ലി സസ്പെക്ടിങ് ആ അറ്റംപ്റ്റ് ആൾ അറിഞ്ഞു തന്നെ ഉണ്ടായതാണോ എന്ന്. ആ എല്ലാം അങ്ങ് കഴിഞ്ഞു എന്ന് കരുതി ഒരു ചുവപ്പ് നാടയിട്ട് ഇപ്പോഴേ അതങ്ങ് കൂട്ടിക്കെട്ടി വെക്കണ്ട. ഒരു നൂലിഴയുടെ സംശയമുണ്ടായാൽ ഏത് കടുങ്കെട്ടും ഈ സുഷമ അഴിച്ചെടുക്കും. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ അരവിന്ദാക്ഷ സാറേ. എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ നല്ല പവറുള്ള ഹിറ്റോ മോർട്ടനോ വല്ലതും വാങ്ങി വെക്ക്. കൊതുക് ശല്യത്തിന് നല്ലതാ. എന്തു പറ്റി മൈനെ? ഇല്ല, ഒന്നുമില്ല. നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞു? ഇല്ല. പിന്നെ എന്താ പ്രശ്നം പറയേ? ഹരിയേട്ടൻ മറന്നു കാണും. മെയ് 12 ഇന്നാണല്ലേ അമ്മാവനും അമ്മായിയും 19 വർഷം മുമ്പ് ഈ ദിവസമാ. കടങ്ങൾക്കും ബാധ്യതകൾക്കും ഒക്കെ ഒരു കുപ്പി വിഷം കൊണ്ട് പരിഹാരം കാണുമ്പോ ഏറ്റവും വലിയൊരു കടം ഇവിടെ ബാക്കി വെച്ചിട്ട് അവര് പോയത്. ആ കുപ്പിന്ന് 3-4 തുള്ളി അന്നത്തെ 2 വയസ്സുകാരിയുടെ നാവിലിറ്റിച്ച് നൽകാമായിരുന്നു. വെറുതെ പറഞ്ഞതല്ല ഹരിയേട്ടാ. ഇന്നിപ്പോ ഞാൻ അനുഭവിക്കുന്ന മനോവേദന വെച്ച് നോക്കിയാ അതൊരു വലിയ ക്രൂരതയല്ല. അതിനിപ്പോ ഈ വീട്ടിൽ നിനക്ക് എന്താ കുഴപ്പം മോളെ? അയ്യോ, ഈ വീട് മൈനയുടെ സ്വർഗല്ലേ. എത്ര ജന്മം എടുത്താലാ ഹരിയേട്ടനോടും ഗൗരി ചേച്ചിയോടും ഒക്കെ അതിനുള്ള കടം ഈ അനാഥ പെണ്ണിന് വീട്ടാനാവുക. ഹരിയേട്ടാ, ആര് പറഞ്ഞു നീ അനാഥയാണെന്ന്? നിനക്ക് ഞാനില്ലേ, ഗൗരിയില്ലേ, മാനസയില്ലേ?